ടൂർണമെന്റിലെ തന്റെ ഏറ്റവും മികച്ച പ്രകടനം കലാശപ്പോരിന്റെ ആവേശത്തിലേക്ക് കാത്തുവച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ന്യൂസിലൻഡ് ബാറ്റർമാർക്ക് ശ്വാസം വിടാൻ പോലും അവസരം നൽകാതെ വരിഞ്ഞുമുറുക്കി കറക്കി വീഴ്ത്തിയ സ്പിന്നർമാർ തുടർച്ചയായി വിക്കറ്റ് വീണാലും സമ്മർദ്ദത്തിന് അടിപ്പെടാതെ ക്രീസിലുറച്ചുന്ന മധ്യനിരയുടെ നിശ്ചദാർഢ്യം ഇന്ത്യയിലെ സ്റ്റേഡിയങ്ങളെപ്പോലും അതിശയിക്കുന്ന തരത്തിൽ ദുബായിലെ നിഷ്പക്ഷ വേദി നീലക്കടലാക്കി മാറ്റിയ ആരാധകക്കൂട്ടം മത്സരം നടന്ന ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയമെന്ന ഒറ്റ വേദിയിൽ ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരം മുതൽ ന്യൂസിലൻഡിനെതിരായ കലാശപ്പോരാട്ടം വരെ ഒറ്റക്കെട്ടായി പൊരുതിയ ടീം ഇന്ത്യ വർഷങ്ങൾ കാത്തുകാത്തിരുന്നു നേടിയെടുത്ത 2020 ലോകകിരീടത്തിനുശേഷം ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിനായി ഇന്ത്യൻ താരങ്ങളും ആരാധകരും അതിയായി ആഗ്രഹിച്ചപ്പോൾ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഈ പ്രപഞ്ചം ഒന്നടങ്കം ആ ആഗ്രഹസഫലീകരണത്തിന് കൂട്ടുനിന്നു. ഫലം ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ കാത്തിരിപ്പിനുശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ നീലപ്പടയുടെ മുത്തം. ഇടയ്ക്ക് കുറച്ച് ആശങ്കയുടെ നിമിഷങ്ങളുണ്ടായെങ്കിലും വിജയവഴിയിൽ നിന്ന് ഒരു ഘട്ടത്തിലും തെന്നിമാറാതെ മുന്നേറിയ ഇന്ത്യ 4 വിക്കറ്റിനാണ് ന്യൂസിലൻഡിനെ തകർത്തത്. ഇന്ത്യയുടെ 3ാം ചാമ്പ്യൻസ് ട്രോഫി വിജയമാണിത്. തകർപ്പൻ അർദ്ധസെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച രോഹിത് ശർമ്മയാണ് കളിയിലെ താരം. ന്യൂസിലൻഡിന്റെ ഇന്ത്യൻ വംശജനായ താരം രജിൻ രവീന്ദ്ര ടൂർണമെന്റിന്റെ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ന്യൂസിലൻഡ് നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 251 റൺസ്. മറുപടി ബാറ്റിംഗിൽ 6 പന്തും 4 വിക്കറ്റും ബാക്കിയാക്കി ഇന്ത്യ അനായാസം വിജയത്തിലെത്തി. തകർപ്പൻ അർദ്ധസെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സാണ് ഇന്ത്യയ്ക്ക് തുണയായത്. രോഹിത് 83 പന്തിൽ 7 ഫോറും 3 സിക്സും സഹിതം 76 റൺസെടുത്തു. ഓപ്പണിംഗ് വിക്കറ്റിൽ ശുഭ്മൻ ഗില്ലിനൊപ്പം രോഹിത് പടുത്തുയർത്തിയ സെഞ്ചുറി കൂട്ടുകെട്ടും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി. ഇടയ്ക്കുണ്ടായ സമ്മർദ്ദ നിമിഷങ്ങളെ വിദഗ്ധമായി മറികടന്ന ഇന്ത്യയ്ക്കായി 49ാം ഓവറിന്റെ അവസാന പന്തിൽ ബൗണ്ടറിയുമായി രവീന്ദ്ര ജഡേജയാണ് വിജയറൺ കുറിച്ചത്.